രോഗി പരിചരണത്തിൽ പുതിയ അധ്യായമായി കെയർ ബഡ്ഡി സേവനം ആരംഭിച്ച് കിം ശ്രീചന്ദ് ആശുപത്രി. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി. ഇന്ദിര ഉദ്ഘാടനം നിർവഹിച്ചു. 24 മണിക്കൂർ രോഗി പരിചരണം കൂടുതൽ സുഗമവും മാനുഷികവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കിം ശ്രീചന്ദ് ആശുപത്രി കെയർ ബഡ്ഡി എന്ന പുതിയ സേവനം ആരംഭിച്ചത്. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി. ഇന്ദിര ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ഒരു രോഗി എന്തായാലും സന്തോഷത്തോടെ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരില്ലല്ലോ. എന്തായാലും ആ വരുന്ന സമയത്ത് അവരെ കെയർ ചെയ്യാനും അവർക്ക് എവിടെയാണ് പോകേണ്ടത് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും അവരെ കെയർ ചെയ്യാനും ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ്. അതിവിടെ ഇനീഷ്യൽ സ്റ്റെപ്പായിട്ട് ഇവിടെ തന്നെ തുടങ്ങി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അത് എല്ലാവർക്കും വലിയ ആശ്വാസവും തന്നെയാണ്. അതുമാത്രമല്ല, അവരുടെ പ്രയാസങ്ങൾ കൂടെ നടക്കുമ്പോൾ ഷെയർ ചെയ്യാം. അവരെന്താണ് ഏതാണ് എന്നുള്ളത് ഷെയർ കൂടെ ചെയ്യുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. ആശുപത്രിയിലെത്തുന്ന ഓരോ രോഗിക്കും ഒരു വ്യക്തിഗത സഹായിയായി കെയർ ബഡ്ഡി ഒപ്പം ഉണ്ടാകുന്നതാണ് ഈ സേവനത്തിന്റെ സവിശേഷത. OP വിഭാഗത്തിൽ ഡോക്ടറെ കാണിക്കുന്നതു മുതൽ അഡ്മിഷൻ നടപടികൾ, വിവിധ പരിശോധനകൾ, ഡിസ്ചാർജ് പ്രക്രിയകൾ എന്നിവയിലേക്കുള്ള എല്ലാ ഘട്ടത്തിലും രോഗികൾക്ക് കെയർ ബഡ്ഡിയുടെ സഹായം ലഭ്യമാകും. ഡിസ്ചാർജിന് ശേഷം രോഗികൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലും കെയർ ബഡ്ഡിയെ നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നതാണ്. രോഗികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഉടൻ പരിഹാരം കണ്ടെത്തുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനമായാണ് കെയർ ബഡ്ഡി ഒരുക്കിയിരിക്കുന്നതെന്നും രോഗി ആരോഗ്യ സംരക്ഷണത്തിൽ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണ് കിം ശ്രീചന്ദ് ആശുപത്രി ഈ സേവനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഡയറക്ടർ ആൻഡ് CEO കിംസ് കേരള ക്ലസ്റ്റർ ഫർഹാൻ യാസിൻ പറഞ്ഞു. കെയർ ബഡ്ഡി ഇന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് കിം ശ്രീചന്ദ് ഹോസ്പിറ്റൽ കെയർ ബഡ്ഡി എന്ന കൺസെപ്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബഡ്ഡി എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ഒരു ജെൻസി വാക്കായിട്ട് തോന്നും. അല്ല, ഈ ബഡ്ഡി എന്ന വാക്ക് വർഷങ്ങൾക്ക് മുന്നേ തന്നെയുണ്ട്. ഒരാൾക്ക് സഹായമാവുന്ന ആളാണ് ബഡ്ഡി. അപ്പം ആശുപത്രിയിൽ വരുന്ന ഓരോ രോഗിക്കും ആ ഗേറ്റിന് ഉള്ളിൽ കയറിയ ആ നിമിഷം മുതൽ അവരിറങ്ങിപ്പോകും വരെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ അത് മകനായിട്ടോ മകളായിട്ടോ അവരുടെ കൂടെ ഒരാളായിട്ടോ ഈ ബഡ്ഡി ഉണ്ടാവും. അതേപോലെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയാലും എന്താവശ്യമുണ്ടോ 24 മണിക്കൂർ ഈ കെയർ ബഡ്ഡി പ്രവർത്തിക്കും. ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ അല്ലെങ്കിൽ ഇതൊരു ടെക്നോളജിയോ ഒരു റോബോട്ടോ അല്ല, നമ്മുടെ ടീമാണ്. കുറേ നല്ല മനസ്സുള്ള കുറേ കൂട്ടം ആൾക്കാർ ഒരുമിച്ചുണ്ടാക്കിയ ഒരു ടീം. 24 hours അവർ അവൈലബിൾ ആയിരിക്കും. അവരുടെ ഓരോ രോഗിക്ക് മനസ്സിലുണ്ടാകുന്ന പ്രശ്നം മാറ്റുക, അവരുടെ സംശയങ്ങൾ മാറ്റുക, അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ 24 മണിക്കൂർ വിളിപ്പുറത്ത് സേവനം എത്തിക്കുക. അത് വീട്ടിൽ ഡോക്ടറാണെങ്കിൽ പോലും കെയർ ബഡ്ഡിയെ വിളിച്ചാൽ ഇമ്മീഡിയറ്റ്ലി ഡോക്ടർ വീട്ടിലെത്തും, ആംബുലൻസ് വീട്ടിലെത്തും. അല്ലാണ്ട് എന്തെങ്കിലും ഡൗട്ടുണ്ട്, മരുന്ന് കഴിക്കുന്ന സംശയമുണ്ടെങ്കിലും കെയർ ബഡ്ഡി തീർത്തു കൊടുക്കാൻ ബാധ്യസ്ഥയാണ്. CEO ഫർഹാൻ യാസിൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുബിൻ ജോസഫ്, ഡോക്ടർ ടോം ജോസ് കാക്കനാട്ട്, ഡോക്ടർ അരുൺകുമാർ D, ഡോക്ടർ C ശബരി, ഡോക്ടർ കൃഷ്ണകുമാർ PN, ഡോക്ടർ ഫിലിപ്പ് ആന്റണി, ഡോക്ടർ വിപിൻ, ഡോക്ടർ G ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.